ഞാനിന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പ്രതിമ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. അപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് താമസിക്കുന്നവരും തിരുവനന്തപുരത്ത് വരുന്നവരും ഒരു കടൽ കാണാനായിട്ട് അല്ലെങ്കിൽ കടൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ഓടി വരുന്നത് ശംഖുമുഖം കടൽ തീരത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. അതേപോലെ തന്നെ നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൈക്കിൾ പാർക്കുണ്ട്. ഒരു വിമാനം വ്യോമസേനയുടെ ഒരു വിമാനം അവിടെ വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ശംഖുമുഖം എന്ന് പറയുന്നത് ഇവിടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുന്നത് ശംഖുമുഖം കടൽ തീരത്താണ്. അവിടെ ആറാട്ട് മണ്ഡപമുണ്ട്. അതുപോലെ ആറാട്ടിനെത്തുന്ന രാജാക്കന്മാരിരിക്കുന്ന ഒരു ചെറിയ കൊട്ടാരം അവിടെയുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എയർപോർട്ട്, ഡൊമസ്റ്റിക് ടെർമിനൽ ഇതിൻ്റെ അടുത്താണ്. അതേപോലെ തന്നെ വായുസേനയുടെ ഓഫീസ്, വിമാനത്താവളം ഒക്കെ ഇവിടെയാണ്. അങ്ങനെ വലിയ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ശംഖുമുഖം. അതേപോലെ തന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇവിടെ എത്തുന്ന നമ്മെ ഓരോരുത്തരെയും മോഹിപ്പിക്കുന്നത് ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിലൊളിപ്പിക്കുന്ന ഈ നീലക്കടൽ തന്നെയാണ്. ഈ പടിഞ്ഞാറൻ കടലിലെ സൂര്യാസ്തമയം കാണുവാൻ നഗരനിവാസികളും വിനോദസഞ്ചാരികളും ഇവിടേക്ക് വന്നു ചേരുന്നു. വൻ തിരമാലകളിൽപ്പെട്ട് തകർന്ന ശംഖുമുഖം കടൽ തീരം പുതുക്കി പണിതിട്ട് അധികം നാളായിട്ടില്ല. ഏതാണ്ട് 2 വർഷം മുമ്പ് വരെ മനോഹരമായ ബീച്ചായിരുന്നു ഇത്. കുറച്ച് ഭാഗം കൂടി പണി തീർക്കാനുണ്ട്. എങ്കിലും കടൽ കാണാനും വെള്ളമണൽത്തരികളെ തഴുകിയെത്തുന്ന തിരകളിൽ നടക്കാനും കളിക്കാനുമായി എത്തുന്നവർ ധാരാളമാണ്. ഇത്ര വിശാലമായൊരു ബീച്ച് തിരുവനന്തപുരത്ത് വേറൊന്നില്ല എന്നതാണ് കാരണം. നഗരത്തിൽ നിന്നും എയർപോർട്ട് ചുറ്റി വരുന്ന റോഡിലൂടെ 12 കിലോമീറ്റർ പോയാൽ ശംഖുമുഖത്തെത്താം. ശംഖുമുഖം ബീച്ചിൻ്റെ ഇടത് ഭാഗത്ത് വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലും കടലിന് അഭിമുഖമായി റൺവേക്കപ്പുറം ഇൻ്റർനാഷണൽ ടെർമിനലും കാണാം. ശംഖുമുഖം കടൽ തീരമുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല സുഖം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുറേ കാഴ്ചകളുണ്ട്. നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കൂ, അവിടെ ദൂരെ കാണുന്നത് കടൽപ്പാലമാണ്. ഈയിടെ അത് 2ആയിട്ട് തകർന്നു പോയി. നമ്മുടെ പൈതൃകമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അവിടെ ചെന്ന് പറയാം. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ വ്യാപാരമായിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം, തിരുവിതാംകൂറിൻ്റെ വ്യാപാരം നടന്നത് ഈ കടൽപ്പാലം വഴിയായിരുന്നു. അന്ന് ഇവിടെ കപ്പലുകൾ അടുക്കുമായിരുന്നു. പണ്ട് മുതലേ ഒരു തുറമുഖമായിരുന്നു പറയുന്നത്. പിന്നീട് ഇതിന് കാര്യമായി കേടുപാട് പറ്റി. ഈയിടെ ഇത് നടുക്ക് വെച്ച് മുറിഞ്ഞുപോയി. അത് ഊക്കി തൊട്ട് ഇങ്ങോട്ട് ആരും കടത്തി വിടുന്നില്ല. ഇതൊരു സ്മാരകമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു, വളരെ ഒരു പുരാവസ്തു സ്മാരകമായിട്ട്. ഞാൻ മുമ്പ് ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ ഈ കടൽപ്പാലം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വലിയൊരു ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്, അങ്ങ് എത്തത്ത് പോയി നിന്നിട്ടുണ്ട്. അന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഇത് തകർന്നു പോയി. ഒരു സ്മാരകം കൂടി തകർന്നു പോയിരിക്കുന്നു, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു സ്മാരകം. ഇത് തിരുവിതാംകൂറിന്റെ വ്യാപാര വാണിജ്യ ബന്ധങ്ങളുടെ തെളിവ് മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. ഏകദേശം 660 അടി നീളവും 7 അടിയോളം വീതിയുമുള്ള ഈ കടൽപ്പാലം വഴി ചെറു കപ്പലുകൾക്ക് ഇതിനടുത്ത് വന്ന് ചരക്കിറക്കാൻ കഴിയുമായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ചൂണ്ടയിടാനും കട്ടമരത്തിലേറി കടലിൽ പോകുവാനും കഴിയുമായിരുന്നു. ഇപ്പോൾ ശക്തമായ തിര കാരണം പാലത്തിൻ്റെ 45 തൂണുകൾക്കടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. 1800-ന്റെ തുടക്കത്തിലാണ് തിരുവിതാംകൂർ ഗവൺമെൻറ് ഇവിടെ ഒരു കടൽപ്പാലം പണി കഴിപ്പിക്കുന്നത്. ഉത്രം തിരുനാളിൻ്റെ കാലത്ത് വലിയ തുറയിൽ ഒരു കപ്പൽ വന്നതായി ചരിത്രരേഖകളുണ്ട്. ആയില്യം തിരുനാളിൻ്റെ കാലത്ത് മറൈൻ വകുപ്പ് രൂപീകരിച്ച് തുറമുഖത്തിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തി. 1910-ൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് വലിയതുറ പാലം പരിഷ്കരിച്ച് കൂടുതൽ സൗകര്യപ്രദമാക്കി. 1947-ൽ SS പണ്ഡിറ്റ് എന്ന ചരക്ക് കപ്പൽ ഇടിച്ച് പാലത്തിന് കാര്യമായ കേടുപാടുണ്ട്. അതോടെ ഈ ചെറിയ തുറമുഖത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. എന്നാൽ 1956-ൽ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് പാലം
ഇന്നീ കാണുന്ന രീതിയിൽ പുതുക്കി പണിതു. ഓഖി ദുരന്തത്തിന് ശേഷം പാലത്തിന് വളവും ബലക്ഷയവും ഉണ്ടായി. പാലത്തിൻ്റെ തുടക്കത്തിലെ ഭിത്തിയും തൂണുകളും തകർന്നു. അതോടെ സന്ദർശകരെ ആരെയും പാലത്തിലേക്ക് കടത്തിവിടാതായി. ഇത് നമുക്കറിയാം, വലിയ ശില്പമാണ് മത്സ്യകന്യകയുടെ. ഇത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വന്നിട്ടുള്ള ശില്പമാണ്. വളരെ മനോഹരമായ ശില്പമാണ് കാനായി കുഞ്ഞിരാമൻ്റെ. ഇവിടെ എത്തുന്നവരെയെല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന കോൺക്രീറ്റ് ശില്പമാണ് മത്സ്യകന്യക. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ 1992 പണി പൂർത്തിയാക്കിയ സ്ത്രീ ശില്പമാണിത്. ശംഖുമുഖത്തെ കടൽ തിരമാലകളുടെ സംഗീതം കേട്ട് പകുതി മയക്കത്തിലാണ് ഈ സാഗരസുന്ദരി. 1972 കമ്മീഷൻ ചെയ്ത ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം MI-8 ഇവിടെ കാണാം. 45 വർഷം പഴക്കമുണ്ട് ഇതിന്. ഒടുവിലായി പറന്നത് 2017 1987 ശ്രീലങ്ക ഓപ്പറേഷനിലും 1989 സിയാച്ചിൻ ഓപ്പറേഷനിലും പങ്കെടുത്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ് തുടങ്ങിയ കായിക ഇനങ്ങൾ പരിശീലിപ്പിക്കുന്ന GV രാജ ഇൻഡോർ സ്റ്റേഡിയമാണ് ഇത്. മറ്റു ചില ഇൻഡോർ ഗെയിമുകൾക്കും ആവശ്യമായ പരിശീലനം ഇവിടെ നൽകുന്നുണ്ട്. റോളർ സ്കേറ്റിംഗിൻ്റെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില യുവാക്കളെ ഞാനവിടെ കണ്ടു. GV രാജ ഇൻഡോർ സ്റ്റേഡിയം ബിൽഡിങ്ങിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഓൾഡ് കോഫി ഹൗസ് എന്നൊരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് മുതൽക്കേ ശ്രീപത്മനാഭസ്വാമി ആറാടുന്നത് ശംഖുമുഖം കടലിലാണ്. ആറട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടവഴി പുറത്തിറങ്ങി തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിൽ കൂടി കടന്ന് സന്ധ്യയോടെ ശംഖുമുഖത്തെ ഈ കൽമണ്ഡപത്തിന് മുന്നിലെത്തും. തുടർന്ന് അവിടെ ഇറക്കി പൂജ നടത്തും. പിന്നെ കടലിൽ ആറാടും. ആറാട്ട് ഘോഷയാത്രയ്ക്ക് ഉടവാളേന്തി അകമ്പടി സേവിച്ചിരുന്ന രാജാവും അകമ്പടി സേവിക്കുന്ന ഇപ്പോഴത്തെ രാജകുടുംബാംഗവും വിശ്രമിക്കുന്നത് ഈ കൽമണ്ഡപത്തിന് വടക്ക് ഭാഗത്തുള്ള ആറാട്ട് കൊട്ടാരത്തിലാണ്. ഉള്ളിലേക്ക് പ്രവേശനമില്ലെങ്കിലും ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്ന ഒന്നാണ് ഈ ചെറുകൊട്ടാരം. 1000-ാം ആണ്ടിൽ ഈ കൊട്ടാരം പണിയുന്നതിനുള്ള പണം ട്രഷറിയിൽ നിന്ന് അനുവദിച്ചതായി മതിലകം രേഖകളിലുണ്ട്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ടോയ് ട്രെയിൻ ഓടിപ്പോകുന്നത് കണ്ടു. ഇതിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കയറാം. ഒരാൾക്ക് 50 രൂപയേ ഉള്ളൂ. ശംഖുമുഖം എക്സ്പ്രസ് എന്നാണ് ഇതിൻ്റെ പേര്. കൊച്ചുകുട്ടികൾക്ക് ഓടിക്കുവാനായി റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ചെറു കാറുകളുണ്ട് ഇവിടെ. 1 മണിക്കൂറിന് 100 രൂപ. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സംരംഭമാണിത്. ചായ, കാപ്പി, ഐസ്ക്രീം, പാനിപൂരി, ചോളം, ബജി തുടങ്ങിയ ഈറ്റബിൾസ് കിട്ടുന്ന കടകൾ ഒരുപാട് ശംഖുമുഖത്തുണ്ട്. വള, കമ്മൽ, മാല എന്നിവ കിട്ടുന്ന കടകളും ഇക്കൂട്ടത്തിലുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ സഞ്ചരിക്കുന്ന ചായക്കടയിൽ നിന്നും ചായ കുടിക്കണമെങ്കിൽ അതും ആവാം. ശംഖുമുഖത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചായിരുന്നല്ലോ, ഡെസ്റ്റിനേഷൻ വെഡിങ് അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ 2-3 ഫംഗ്ഷൻസ് കഴിഞ്ഞു, കല്യാണങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം. ടൂറിസം വകുപ്പിൻ്റെ ഒരു പുതിയ പരിപാടിയാണ് ശംഖുമുഖത്തെ ഒരു വെഡിങ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ളത്. രാത്രിയിലോ പകൽ നേരത്തോ അറബിക്കടലിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ കടൽക്കാറ്റിൻ്റെ താളത്തിൽ തണുപ്പിൽ കല്യാണം എന്ന പവിത്രമായ ചടങ്ങ് നടത്താൻ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തൊരുമിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ടൂറിസം വകുപ്പ്. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മാരേജ് ഇവൻ്റ് ഭംഗിയാക്കി നടത്തുവാൻ വേണ്ട സഹായമെല്ലാം ചെയ്തു തരും. തിരുവനന്തപുരത്തെ DTPCയുടെ സൈറ്റിൽ മൊബൈൽ നമ്പറുണ്ട്. അഡ്വാൻസ് ആയി ശംഖുമുഖത്തെ വെന്യൂ ബുക്ക് ചെയ്യാവുന്നതാണ്. ശംഖുമുഖത്ത് കുട്ടികൾക്കായി നല്ലൊരു സൈക്കിൾ പാർക്കുണ്ട്. ഏത് പ്രായത്തിലുമുള്ള കുട്ടികൾക്കും രാവിലെ 10 മുതൽ രാത്രി 10 വരെ ഇവിടെ വന്ന് സൈക്കിൾ ചവിട്ടാവുന്നതാണ്. സൈക്കിൾ പരിശീലനവും നടത്താവുന്നതാണ്. ശംഖുമുഖം ബീച്ചിലെത്തുന്നവർക്കായി വളരെ സ്പേഷ്യസ് ആയ കാർ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യവും പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന് ലഭ്യമാണ്. ഇനി ബസ്സിൽ വരുന്നവർക്കും ബീച്ചിന് സമീപം ദേവീക്ഷേത്രത്തിന് മുന്നിലായി ഇറങ്ങാൻ കഴിയും. സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ശംഖുമുഖം. നല്ല സൂര്യാസ്തമയം, അതേപോലെ നല്ല കാറ്റ്, കടല്, നല്ല തണുപ്പുള്ള അന്തരീക്ഷം. ഇത്തരമൊരു സുഖാന്തരീക്ഷം ആരാണ് ആഗ്രഹിക്കാത്തത്? മനസ്സിൻ്റെ ഭാരമിറക്കി വയ്ക്കുവാൻ, കടലിരമ്പം കാതോർത്ത് അസ്തമയ രശ്മികളുടെ സാന്ത്വനത്തിലലിയാൻ ഇങ്ങോട്ടേക്ക് വരും. ശംഖുമുഖത്തു നിന്ന് കടൽക്കരയിലൂടെ 2 കിലോമീറ്റർ പോയാൽ
പ്രശസ്തമായ വെട്ടുകാട് പള്ളി കാണാം. അതും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ വേളി ടൂറിസ്റ്റ് വില്ലേജ്, തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, കടലും കായലും ഒന്നിച്ചു ചേരുന്ന മുതലപ്പൊഴി, ചരിത്രമുറങ്ങുന്ന അഞ്ചുതെങ്ങ് കോട്ട എന്നിവ കാണാം. ആറ്റിങ്ങൽ റാണി 1684 ഇംഗ്ലീഷുകാർക്ക് അവിടെ കോട്ട കെട്ടാൻ അനുവാദം കൊടുത്തു. അതോടെ ബോംബെ കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തി കേന്ദ്രമായി അഞ്ചുതെങ്ങ് കോട്ട മാറി. ഇത്തരം വിശേഷങ്ങൾ ബ്ലോഗ് ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ.